Good morning, everybody. Good morning, all of you. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതുപോലെ കോവിഡിന്റെ ആ മഹാമാരിയുടെ വ്യാധി മൂലം നമ്മൾക്ക് പരസ്പരം നേരിൽ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഓൺലൈൻ വഴിയായിട്ട് നമ്മൾ ഈ ഒരു അധ്യയന രീതി നമ്മൾ അവലംബിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. അപ്പം എല്ലാവരും അതിനോട് സഹകരിക്കാനായിട്ട് പരിശ്രമിക്കുക. നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജായിട്ടും ക്ലിപ്പിംഗ്സ് ആയിട്ടും എല്ലാം നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ലഭിക്കുമ്പോൾ അത് പാരൻസിന്റെ സപ്പോർട്ടോടു കൂടി തന്നെ വേണം മുന്നോട്ട് പോകുവാനായിട്ട്. കാരണം മൊബൈല് ആ ഒരു സമയത്തേക്ക് ഫ്രീ ആക്കി കൊടുക്കുവാനും അതുവഴി അവർക്ക് ആ കാര്യങ്ങൾ പഠിച്ച് നോട്ട്സ് ആക്കി എഴുതുവാനുമൊക്കെ പാരൻസ് വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഞങ്ങൾ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളത് പോലെ തന്നെ ക്ലാസ് ആരംഭിക്കുന്നത് ആക്ച്വലി നിങ്ങൾക്കറിയാം, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഗാനത്തോടെയാണ് നമ്മൾ ഒരു ക്ലാസ് ആരംഭിക്കുക. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ ഗാനത്തോടെ നമ്മൾ ക്ലാസ്സുകളാണ്? പന്തക്കുസ്ത തിരുനാള് ആർക്കാണ് പറയാൻ പറ്റുക? എന്താണ് പന്തക്കുസ്ത തിരുനാള്? ആർക്ക് പറയാൻ പറ്റും? അതെ, കറക്റ്റാണ്. പന്തക്കുസ്ത തിരുനാള് പരിശുദ്ധാത്മാവ്, യേശു മരിക്കുന്നതിന് മുൻപ് തന്നെ യേശു എല്ലാവരുമായിട്ട് ശിഷ്യരുമായിട്ട് പങ്കുവച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കായിട്ട് മാർഗദർശനത്തിനായിട്ട് ഒരു സംരക്ഷകനെ ഞാൻ അയക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈശോ നമ്മുടെ ഇടയിൽ നിന്ന് പിരിഞ്ഞു പോയത്. അങ്ങനെ ആ സംരക്ഷകന് വേണ്ടി നമ്മൾ കാത്തിരിക്കണമെന്നാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുക. അതാണ് സെഹിയോൻ ഊട്ടുശാലയില് ശിഷ്യന്മാര് ഭയചകിതരായിട്ട് യേശു അവരെ വിട്ടുപോയി കഴിഞ്ഞപ്പോ യേശുവിന്റെ വേർപാട് മൂലം ദുഃഖിച്ച് മറ്റുള്ളവരൊക്കെ അവരെ ആക്രമിക്കും അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുമെന്ന് ഓർത്തുകൊണ്ട് ഭയചകിതരായിട്ട് ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ചുകൂടി ഒരു മുറിയില് കതകടച്ചിരുന്ന ആ സമയത്ത് തീനാളങ്ങളുടെ രൂപത്തില് പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ അവർക്ക് എന്താണ് മാറ്റങ്ങൾ ഉണ്ടായത്? ആർക്ക് പറയാൻ പറ്റും? പരിശുദ്ധാത്മാവ് അവരിലേക്ക് വന്നിറങ്ങി കഴിഞ്ഞപ്പോ അവർക്ക് എന്താണ് മാറ്റങ്ങൾ ഉണ്ടായത്? അവരില് ജ്ഞാനം വന്നു എന്നാണ് പറയുക. ജ്ഞാനം വന്നു എന്ന് പറഞ്ഞപ്പോ അവര് വിവിധ ഭാഷകളില് സംസാരിക്കാൻ തുടങ്ങി. അതുവരെ പരിചിതമല്ലാത്ത കാര്യങ്ങള് അവർക്ക് ഗ്രഹിക്കാനായിട്ടുള്ള ബുദ്ധി, ജ്ഞാനം അവർക്ക് ലഭിച്ചു. ഇതാണ് ആ പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ അവർക്കുണ്ടായ മാറ്റങ്ങൾ. ഒപ്പം തന്നെ അവര് ഭയത്തിൽ നിന്ന് മോചിതരായി ശക്തിയുള്ള മനുഷ്യരായി മാറുകയാണ് ചെയ്തത്. ശക്തിയുള്ള മനുഷ്യരായി മാറി. അവർക്ക് എവിടെയും ചെന്ന് അധികാരത്തോടെ സംസാരിക്കാനുള്ള ഒരു കഴിവ്, ഒരു ധൈര്യം അവർക്ക് വന്നു. ഇതാണ് പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നപ്പോ അവരിലുണ്ടായ മാറ്റം. ഇത് തന്നെയാണ് നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഗാനം ആലപിച്ച് നമ്മൾ അപേക്ഷാ രൂപത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ, ആ പാട്ടിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത്, ഈശോയോട് ആവശ്യപ്പെടുന്നത്, എന്നിലേക്ക് ആ പരിശുദ്ധാത്മാവിനെ അയച്ചു തരണമേ എന്നാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ആവസിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ ശിഷ്യന്മാർക്ക് ഉണ്ടായതുപോലെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ആ ഗാനം ആലപിക്കുന്നു. വരണമേ എന്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ
ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഓക്കെ, സാധാരണഗതിയിൽ എൻ്റെ ക്ലാസ് ഇതുപോലെ ചെയ്യുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും വചനത്തിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വചനം നമ്മൾ വായിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് സാധാരണഗതിയിൽ ആ വചനം വായിക്കുന്നത് ഓരോ ദിവസവും ഓരോ കുട്ടികളാണ്, അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും ഓരോ കുട്ടികളാണ് അത് വായിക്കുക. ഇപ്പൊ നമുക്ക് അങ്ങനെ വായിക്കാനുള്ള സാഹചര്യം നമുക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ആ വചനഭാഗം നമ്മോട് വായിക്കുന്നത്, നമുക്ക് കേൾപ്പിക്കുന്നത് നമ്മുടെ ഷിബി ടീച്ചറാണ്. അപ്പൊ ഷിബി ടീച്ചർ പ്രത്യേകമായിട്ട് വന്ന് ആ വചനം വായിക്കുക. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. അതിനുശേഷം നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയവും ചൊല്ലിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകളിൽ കുട്ടികൾ ഇരിക്കുക. അപ്പൊ നമുക്ക് ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ ക്രിസ്തുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എല്ലാവരും ഇരിക്കുക, സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക. ക്ലാസ്സുകളിലേക്ക് കടക്കുകയാണ്. ദൈവത്തിന്റെ ജനം, ഇതാണ് നമ്മൾക്ക് ഈ വർഷം പഠിക്കുവാനുള്ള പുസ്തകം. അത് നിങ്ങൾക്ക് പുസ്തകമായിട്ട് നിങ്ങൾക്ക് മിക്കവാറും 1-2 ആഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നതാണ്. അതുവരെ നമുക്ക് ഇതിനകത്തുള്ള ക്ലാസ്, ഈ പാഠഭാഗങ്ങളിലുള്ള ഫോട്ടോകൾ അല്ലെങ്കിൽ അതിന്റെ ക്ലിപ്പിംഗ്സുകൾ നിങ്ങൾക്ക് എടുത്ത് അയച്ചു തരാം. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അതിരൂപതയിൽ നിന്ന് ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ, ഓരോ ചാപ്റ്ററിന്റെയും ക്ലാസ്സുകൾ അതാത് ആഴ്ചകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയും നാള് ഈ വർഷങ്ങൾ ഞാനിത് ഈ അധ്യയനം നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഗ്രൂപ്പുകൾ തമ്മിലുള്ള ആശയവിനിമയം കൂടുതലാവുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കുവാനായിട്ട് കുട്ടികൾക്ക് താല്പര്യമുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല മാർക്കുകൾ, നല്ല രീതിയിൽ കുട്ടികൾ വേദപാഠം പഠിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് വരുന്ന എല്ലാ അസസ്മെന്റുകള്, ക്ലാസ് ടെസ്റ്റുകൾ, അല്ല അങ്ങനെയുള്ള എല്ലാ മെസ്സേജുകൾ, നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്കുകൾ, ഇതെല്ലാം ഗ്രൂപ്പ് വൈസിലാണ് പോയിന്റുകൾ മാർക്ക് ചെയ്യപ്പെടുക. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആ ഗ്രൂപ്പുകൾക്ക് 3 മാസം കൂടുമ്പോൾ ആ ഗ്രൂപ്പുകൾ അസസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റിനും സെക്കൻഡിനുമാണ്, ഫസ്റ്റ് ഗ്രൂപ്പിനും സെക്കൻഡ് ഗ്രൂപ്പിനും, അതായത് ഫസ്റ്റ് കിട്ടുന്ന ഗ്രൂപ്പിനും സെക്കൻഡ് കിട്ടുന്ന ഗ്രൂപ്പിനുമാണ് പ്രത്യേകം സമ്മാനം ഉണ്ടാവുക.
അപ്പൊ എല്ലാവരും നന്നായിട്ട് ഈ വർഷം നമുക്ക് പഠിക്കാനായിട്ട് ആരംഭിക്കാം. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകമായ രീതിയിൽ ആശംസകൾ നേരുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇന്ന് ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒരു ചെറിയ കഥ നിങ്ങൾക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ കഥ പറയുന്നത്, ഇത് നിങ്ങളുടെ കഥ പറയുന്നത് നമ്മുടെ ഷിബി ടീച്ചറാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ കഥ കേട്ട് കഴിയുമ്പോൾ ആ കഥയിലുള്ള നിങ്ങൾക്ക് കിട്ടിയ മെസ്സേജ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ കഥയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ മെസ്സേജ് ഒരു പേപ്പറിൽ എഴുതിയിട്ട് എനിക്ക് വാട്സപ്പ്, എൻ്റെ പേഴ്സണൽ മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ആയിട്ട് ഇടുക. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ അസസ്മെന്റ് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഞാൻ വാട്സപ്പിലൂടെ പറഞ്ഞിരുന്നു, അവരവരുടെ മൈസെൽഫ് അല്ലെങ്കിൽ അവരവരുടെ ഇതിനെക്കുറിച്ചും അതുപോലെ തന്നെ പാരന്റ്സിനെ കുറിച്ചും സറൗണ്ടിങ്സിനെ കുറിച്ചും അവർക്ക് ഇഷ്ടമുള്ള ഹോബികളെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ അംബിഷനെ കുറിച്ചൊക്കെ എഴുതാൻ പറഞ്ഞിരുന്നു. എല്ലാവരും തന്നെ നന്നായിട്ട് എഴുതിയെന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പൊ അവരവരുടെ ഹാൻഡ് റൈറ്റിംഗ്, അവരുടെ രീതികള്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് അതുവഴി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതും ഈ അസസ്മെന്റിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഇന്ന് ടീച്ചർ ഒരു നല്ലൊരു കഥ പറയുന്നു. ആ കഥയിൽ കിട്ടുന്ന മെസ്സേജ് എന്താണെന്ന് നിങ്ങൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് ഇട്ടു തരിക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ആഴ്ച നമുക്ക് നേരിൽ കാണാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? പക്ഷേ ടീച്ചറിന് കഥ പറയുന്നത് എല്ലാവരുടെയും മുഖത്ത് നോക്കി പറയാനാണ് ഇഷ്ടം. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇപ്പൊ നമുക്ക് ഈ കോവിഡ് ഒക്കെ വന്നതുകൊണ്ട് കഥ ഇങ്ങനെ കേൾക്കാം. കഥ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കഥയിലുള്ള മെസ്സേജ് എന്താണെന്ന് കേൾക്കണം. പിന്നെ അതിന് മുന്നേ ഒരു കാര്യം കൂടി ടീച്ചർ പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ഗ്രൂപ്പില് നമ്മൾ അനാവശ്യമായ മെസ്സേജുകളൊന്നും ഇടരുത്. അതേസമയം നമ്മുടെ കഴിവുകളൊക്കെ ഉണ്ടാവും. പടം വരയ്ക്കാൻ അറിയാം, പാട്ട് പാടാൻ അറിയാം, ഇതൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലിടാം. അപ്പൊ നമ്മളെ പറ്റി മറ്റുള്ളവർക്ക് അറിയാനും പറ്റും. വേറെ പലരുടെയും പല വാട്സാപ്പ് ഗ്രൂപ്പ്, നിങ്ങളുടെ മാത്രമല്ല വേറെ ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ പ്രൊഫൈൽ പിക്ചറൊക്കെ കണ്ടപ്പോ ടീച്ചറിന് പറയാൻ തോന്നിയ ഒരു കാര്യം, നമ്മുടെ പ്രൊഫൈൽ പിക്ചർ മാത്രമാണ് മറ്റുള്ളവർ കാണുക. നമ്മളിപ്പോ കാണുന്നില്ല. നമ്മള് ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് നമ്മൾ വീട്ടിനകത്തിരുന്നാണ് പഠിക്കുന്നത്. അപ്പം നല്ല പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ നമ്മളെ പറ്റി ആളുകൾക്ക് മോശം അഭിപ്രായം ഉണ്ടാവും. അതൊരിക്കലും പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് പ്രൊഫൈൽ പിക്ചർ കുട്ടികൾ മാറ്റുമ്പോൾ പാരന്റ്സ് ശ്രദ്ധിക്കണം. എന്റെ പ്രൊഫൈലിൽ ഇവൻ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, എന്ത് പിക്ചറാണ്. അപ്പോൾ നമ്മളെ പറ്റി ഇപ്പം എന്താ മറ്റുള്ളവരെങ്ങനെ മോശമായിട്ട് കരുതുമോ എന്നൊക്കെ അങ്ങനെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ച് അതിന്റെ നോട്ട്സ് തയ്യാറാക്കി എടുക്കുന്ന, ഇപ്പൊ കാറ്റഗിസത്തിന്റെ ആണെങ്കിലും നോട്ട്സ് തയ്യാറാക്കി എടുക്കണം. ടീച്ചർ പറയുന്ന കഥയുടെ ആണെങ്കിലും മറന്നു പോകാതിരിക്കാനായിട്ട് അതൊന്ന് ശ്രദ്ധിച്ചൊക്കെ ഒന്ന് എഴുതി വെക്കുന്നതൊക്കെ നല്ലതാണ്. നമ്മളിപ്പോ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്? നമുക്കറിയാം, ഇപ്പൊ COVID-19 ആണ്, കൊറോണ വൈറസ് നമ്മളെല്ലാം ഇങ്ങനെ വീടിനകത്ത് പൂട്ടിയിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് പലതരത്തിലുള്ള നമ്മള് സമൂഹ മാധ്യമങ്ങളിൽ കൂടെ പത്രങ്ങളിൽ കൂടെയും നമ്മൾ തമ്മിലും എന്താണ് പറയുന്നത്? ഈ കൊറോണ കാലം വന്നതോടുകൂടി ആ ബുദ്ധിമുട്ട് പറയുന്നവരുണ്ട്. കുറച്ച് നന്നായി ഞങ്ങൾക്ക് സ്കൂളിൽ പോകാതെ കളിക്കാമെന്ന് അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ തോന്നും. അപ്പൊ ഇത് എന്ത് കാര്യവും നമ്മൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ നമ്മൾ പോസിറ്റീവായി കാണുക, അതിനെ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക. ദൈവത്തിന് എല്ലാത്തിനെ കുറിച്ചും പദ്ധതികളുണ്ട്. നമ്മൾ പഴയ നിയമത്തിലൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. ദൈവത്തിന് സുസാധ്യമായ കാര്യങ്ങൾ അത് വളരെ വ്യക്തമായ പദ്ധതികളിലൂടെ ദൈവം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കഥ ഒരുപക്ഷെ നിങ്ങൾ കേട്ടതായിരിക്കാം. എങ്കിലും ഇന്നത്തെ ഈ സാഹചര്യവുമായിട്ട് ഇണങ്ങി പോകുന്ന ഒരു കഥയാണ് ടീച്ചർ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഒരിക്കല് ഒരു മലഞ്ചെരുവിൽ 2 യുവസന്യാസികൾ ഒരു ചെറിയ കുടില് കെട്ടി അവിടെ താമസിച്ചിരുന്നു. 2 പേര് മാത്രമേ ഉള്ളൂ. കാരണം അവർ സന്യാസികളാണ്. അവര് വളരെ ലളിതമായ ജീവിതമാണ് നയിക്കുന്നത്. നമുക്കറിയാം, സന്യാസികളാവുമ്പോ ആർഭാടമൊന്നുമില്ല. അവര് കാട്ടില് പ്രാർത്ഥനയിൽ മുഴുകും. അവർക്ക് വേണ്ട ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും പച്ചക്കറിയൊക്കെ അവിടെ തന്നെ നട്ടുണ്ടാക്കി, ഇല്ലെങ്കിൽ കാട്ടിൽ നിന്നുള്ള പഴങ്ങളൊക്കെ
പറിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതം. അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചു വന്നിരുന്നത്. രണ്ടുപേരും ചെറുപ്പക്കാരാണ്. അങ്ങനെ ഒരു ദിവസം ഇവര് വെള്ളം ശേഖരിക്കാനായിട്ട് ഒരാൾ പോയി, ഒരാള് അവർക്ക് വേണ്ടുന്ന വിറകൊക്കെ ഒടിക്കാൻ പോയി. നേരം വൈകുന്നേരമായപ്പോഴേക്കും ഇവര് ഇവിടെ എത്തിയപ്പോഴെന്താണ് കാണുന്നത്? ഈ കുടിലിന്റെ ഒരു ഭാഗം കാറ്റടിച്ച് പറന്നുപോയി. മേൽക്കൂരയുടെ ഒരു ഭാഗമില്ല, ബാക്കി ഒരു കുഴപ്പമില്ല. നേർ പകുതി ഒരു സൈഡ് മാത്രം ഉണ്ട്. അപ്പൊ ആദ്യത്തെ സന്യാസി എന്ത് ചെയ്തെന്നറിയാമോ? സന്യാസി പറഞ്ഞു, എന്റെ ദൈവമേ, നീ എന്ത് ക്രൂരനാണ്, ഞങ്ങളോട് എന്ത് ക്രൂരതയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഞങ്ങള് സകല സമയവും ഈശ്വര വിചാരത്തോടെ കഴിയുന്നവരാണ്. ഞങ്ങൾക്ക് ആകെയുള്ളത് ഈ കുഞ്ഞു കുടിലാണ്. ഇതിന്റെ പകുതി മാത്രമാണല്ലോ നീ ഇങ്ങനെ ഞങ്ങളോട് ഇത്ര ദയവില്ലാതെ പെരുമാറിയല്ലോ. അതേസമയം അതിനപ്പുറത്ത് ആ താഴ്വരയ്ക്ക് താഴെ വലിയ വലിയ വീടുകളുണ്ട്. അതിനൊന്നും ഒരു കേടും വന്നിട്ടില്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളുടെ ഈ പാവം കുടിലിനെ മാത്രം ഇങ്ങനെ നാശപ്പെടുത്തി കളഞ്ഞില്ലേ, ഞങ്ങൾ ഇനി എങ്ങനെ താമസിക്കും? കഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം വെള്ളം പോലും കുടിക്കാതെ അവിടെ സങ്കടപ്പെട്ടിരിക്കാൻ തുടങ്ങി. അങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നേരം രാത്രിയായി, കാടാണ്, വല്ല മൃഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെ ആക്രമിക്കും. അപ്പൊ മറ്റേ ആള് പറഞ്ഞു, നീ ഇങ്ങനെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് അകത്ത് കയറി ഇരിക്കുമെങ്കിലും ചെയ്യാലോ. അപ്പൊ മറ്റേ ആള് ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ട്, നല്ല മനുഷ്യർക്ക് എപ്പോഴും കഷ്ടം മാത്രമേ വരുള്ളൂ എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് അകത്ത് കയറി ഭക്ഷണം പോലും കഴിക്കാതെ ഇരിപ്പായി. രണ്ടാമനാവട്ടെ പ്രത്യേകിച്ച് ഒന്നും പറയാതെ തറയില് അദ്ദേഹത്തിന്റെ പായ വിരിച്ച് മുകളിലേക്ക് നോക്കിക്കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം ഈ തെളിഞ്ഞ ആകാശത്തെ നോക്കി. കാരണം അപ്പോഴത്തേക്കും കാർമേഘമൊക്കെ പോയി, ആകാശം തെളിഞ്ഞു, നക്ഷത്രങ്ങളും ചന്ദ്രനും കാണാറായി, കൂടാതെ കുറെ കിളികളുടെ സൗണ്ടും. അപ്പോ അദ്ദേഹം ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി, എന്റെ ദൈവമേ, നീ ഇത്ര മനോഹരമായ ആകാശം സൃഷ്ടിച്ചു. ആ ആകാശത്തിന്, ആ നക്ഷത്രങ്ങൾക്കും ചന്ദ്രനും ഇത്രയേറെ ഭംഗിയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. കാരണം ഒരിക്കലും ഈ മേൽക്കൂരയുടെ താഴെ കഴിയുന്ന എനിക്ക് ഈ നക്ഷത്രങ്ങളെ കാണാൻ പറ്റിയിരുന്നില്ല, ചന്ദ്രനെ കാണാൻ പറ്റിയിരുന്നില്ല, കിളികളുടെ സംഗീതം ഇത്ര അടുത്ത് ആസ്വദിക്കാൻ പറ്റിയിരുന്നില്ല. ആകെ ഇരുട്ടിൽ ഞാൻ കഴിയുകയായിരുന്നു. കാരണം എന്റെ കുടിലുണ്ടാക്കിയ ഇരുട്ടിൽ ഞാൻ കഴിയുകയായിരുന്നു. നീ എന്റെ കണ്ണു തുറപ്പിച്ചു. ഇത്രയും മനോഹരമായിരുന്നു നിന്റെ സൃഷ്ടി എന്ന് ഞാൻ അറിഞ്ഞില്ല എന്റെ ദൈവമേ. നീ ഇത്രയും കാരുണ്യവാനാണല്ലോ. ഇത്രയും മനോഹരമായ കാഴ്ചകൾ കാണിക്കാനും എന്റെ മനസ്സിനെ ആനന്ദിപ്പിക്കാനുമായിട്ട് നീ ഇതിന് ഒരു കാറ്റിനെ അയച്ചു തന്നല്ലോ. ഇങ്ങനെയുള്ള മനോഹരമായ ഒരു ആകാശത്തെ എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റിയിരുന്നില്ല. ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നേ ഈ കുടിലിന്റെ പകുതി പൊളിച്ചു കളഞ്ഞേനെ. എന്നിട്ട് ഞാൻ സന്തോഷമായിട്ടിരുന്നേനെ. ഞാൻ ഒരിക്കലും അനുഭവിക്കാത്ത തരം സന്തോഷമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. കാരണം എന്റെ ജീവിതത്തിൽ ഈ കുടിലിന്റെ പാതി പോയില്ലായിരുന്നെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കാണാതെ തന്നെ എന്റെ ജീവിതം പൊലിഞ്ഞു പോയേനെ. ഇത് രണ്ട് യുവ സന്യാസികളുടെ കഥയാണ്. രണ്ട് മനോഭാവങ്ങൾ. ഒരാള് ആ ഒരേ കാര്യത്തെ തന്നെ ഒരാള് പോസിറ്റീവായിട്ട് കാണുന്നു, ഒരാള് നെഗറ്റീവായിട്ടും കാണുന്നു. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യവും. നമ്മുടെ ജീവിതത്തിലും ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, ചെറിയ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ ഒരുക്കി വെച്ചതിൽ നിന്ന് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? എല്ലാം നാശമായി, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പരീക്ഷയ്ക്ക് 2 മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 100 മാർക്ക് വാങ്ങിക്കാൻ തക്കവണ്ണം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, മാർക്കൊന്നും കിട്ടാൻ പോണില്ല. അതേസമയം വേറൊരു കുട്ടിയാണ്, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന കൊച്ചാണെങ്കിൽ എന്ത് വിചാരിക്കും? ഒന്നും കൂടി പഠിച്ച് ഞാൻ നന്നായിട്ട് എഴുതാൻ വേണ്ടി ടീച്ചർ മാർക്ക് കുറച്ചിട്ടതാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇനിയും ഒന്നും കൂടി ശ്രദ്ധിച്ച് അടുത്ത പ്രാവശ്യം, ഇല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് എക്സാം വരുമ്പോഴത്തേക്കും എനിക്ക് മാർക്ക് കുറഞ്ഞു പോയനെ, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും 2 മാർക്ക് കുറഞ്ഞത്. ഇത് രണ്ടും നല്ല ചിന്തകളും ചീത്ത ചിന്തകളും എല്ലാം മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട് ഇതെല്ലാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ കൂടുതൽ
കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ കരുണയും നന്മയും നമ്മുടെ പ്രവൃത്തികളിലും നമുക്ക് ചുറ്റുപാടുമുള്ളതിലും കാണുവാനായിട്ട് പരിശ്രമിക്കണം.